ഉദിക്കും ആ മാണിക്യ ചെമ്പഴുക്ക ഞാനെന്നെടുത്തു വെച്ചേ എന്റെ വെറ്റില തമ്പളത്തിൽ. 15 days ഈ ചൂടിലിരുന്നിട്ട് സമരം ചെയ്ത് നിസ്സാര കാര്യമില്ല. അത് കാരണം കൊണ്ടാണ് ഞാൻ ഇവിടെ ഇന്നും വന്നത്. ബിക്കോസ് ഡിസ്ക്രിമിനേഷൻ, വർക്ക് പ്ലേസ് ഡിസ്ക്രിമിനേഷൻ, ഹാരസ്മെന്റ് എവിടെ നടന്നാലും ഞാൻ അവിടെ ഉണ്ടാവും. ആൻഡ് ഇവരോട് സ്നേഹം എനിക്കത് മറക്കാൻ പറ്റില്ല. ബിക്കോസ് ഇന്റർനാഷണലില് കോവിഡ് സമയത്തിൽ ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു. വാട്ട് കേരള ഡസ് ടുഡേ ഇന്ത്യ ഡസ് ടുമോറോ. അത് ചെയ്ത് കാണിച്ചത് ഇവരാണ്. സോ എനിക്ക് ഒരേ ഒരു അപേക്ഷയുണ്ട്. ഗവൺമെന്റ് പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലും ചെയ്യണം. കേരളവ് ഒരു വേൾഡ് മാപ്പിൽ കൊണ്ടുവന്നത് ആശാ വർക്കേഴ്സ് ആണ്. പ്രിയമുള്ളവരെ, ഇവിടെ സുപ്രസിദ്ധ ചലച്ചിത്രകാരൻ ശ്രീമതി രഞ്ജിനി ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ സമരം അറിഞ്ഞപ്പോൾ തന്നെ ഇവിടെ എത്തണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച് ഏഷ്യാനെറ്റിലെ ചില ആളുകളോട് സംസാരിച്ചു. അവര് നമ്മളോട് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി വരണം എന്ന് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 3 ദിവസമായി വരാനുള്ള ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഷൂട്ടിങ്ങിന്റെ തിരക്കൊക്കെ ആയതുകൊണ്ടാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ സമരത്തിന് ഇത്രയേറെ പിന്തുണ കിട്ടുന്നതിൽ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള ആളുകളുടെ പിന്തുണ കിട്ടുന്നതിൽ ഞങ്ങൾക്കുള്ള സന്തോഷം, അങ്ങേയറ്റത്തെ സന്തോഷം. വി ആർ പ്രസന്റിംഗ് ദാറ്റ്. ഈ 2 വാക്ക് സംസാരിക്കുന്നതിനായി ഏറെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ശ്രീമതി രഞ്ജിനിയെ ക്ഷണിക്കുകയാണ്. ആദ്യം ഞാൻ ഇവർ ആശാ വർക്കേഴ്സിന്റെ ഒരു വലിയ ഹാറ്റ്സ് ഓഫും ഒരു അപ്ലോസ്. കാരണം ഞാൻ ഒരു 2-3 പ്രൊജക്ട്സ്, ഗവൺമെന്റിന്റെ പ്രൊജക്ട്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. കൊച്ചിയിലെ നിർഭയവും പിന്നെ സ്ത്രീ, ആ പ്രൊജക്ട്സില് ഇവരോട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് വലിയ ബഹുമാനമുണ്ട് ഇവരോട്. ബിക്കോസ് ആ 2 പ്രൊജക്ട്സ് അപ്പോഴാണ് എനിക്ക് അറിയുന്നത് ഇവര് വേറെ ഒന്നും ചോദിക്കുന്നില്ല കേട്ടോ. അവര് ട്രാൻസ്പോർട്ടും പിന്നെ ഫുഡ് അലവൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. എന്നിട്ടും അവർ ഇത്ര ഹാർഡ് വർക്ക് ചെയ്തു. പിന്നെ അതല്ലാണ്ട് വെരി കമ്മിറ്റഡ്. വെറുതെ വേറെ ജോലി പോലെ അവർ ചെയ്യുന്നില്ല. അവർ ഒരുപാട് ഇഷ്ടപ്പെട്ട് സന്തോഷത്തോടെ പാഷനത്തോടെയാണ് അവർ ചെയ്യുന്നത്. ആൻഡ് കോവിഡ് സമയത്തില് അത് ആർക്കും മറക്കാൻ പറ്റിട്ടില്ല. ഈവൻ ഞാൻ പുറത്ത് ഒരുപാട് ആൾക്കാർ പറഞ്ഞു, എങ്ങനെ കേരള എന്ന് പറയുമ്പോൾ കോവിഡ് സമയത്തില് കേരളവ് ഒരു വേൾഡ് മാപ്പിൽ കൊണ്ടുവന്നത് ആശാ വർക്കേഴ്സ് ആണ്. കാരണം ഇവര് ചെയ്ത അത്രയ്ക്ക് ഒരു ഹെൽത്ത് അല്ലേ. ബിക്കോസ് കേരള ഇസ് വെൽ നോൺ ടു ഫൈറ്റ് ദ കോവിഡ്. അത് എങ്ങനെ ചെയ്തു? ഇവർ കാരണമാണ്, വാറിയേഴ്സ് ആണ്. ഇവർ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അപ്പോ അത് കാരണം കൊണ്ടാണ് എനിക്ക് വളരെ സങ്കടമുണ്ടായിരുന്നു. ഈ 15 days ആയിട്ട് ഇവരിങ്ങനെ വന്ന് സ്ട്രീറ്റില് ലേഡീസ് ഒരു പ്രൊട്ടസ്റ്റ് നടത്തുന്നെങ്കിൽ അത് നിസ്സാര കാര്യമില്ല. കാരണം ഒരു ലേഡി എന്ന് പറയുമ്പോൾ അവര് ഒരു എന്താ പറയാ, ക്വീൻ ഓഫ് ദ ഹൗസ് അല്ലേ. അപ്പൊ അവര് വീട്ടിലെ എല്ലാവരും മക്കള്, ഹസ്ബൻഡ്, വീട്ടു ജോലി എല്ലാം വിട്ടിട്ടാണ് വന്ന് ഇവിടെ സ്ട്രീറ്റിൽ ഇരിക്കുമ്പോ അത് വളരെ ദുഃഖമായിട്ടുണ്ട് എനിക്ക്. ഞാൻ തന്നെ സാരി ഈ ഷൂട്ടിലാണ് കട്ടുന്നത്. എന്നിട്ടും എനിക്ക് ഒരുപാട് ഡിഫിക്കൽട്ടി ഉണ്ട്. ബട്ട് ഇവരെല്ലാം നോക്കൂ, സാരിയും പിന്നെ ഇതിൽ ഒരുപാട് സുഖമില്ലാത്ത ആൾക്കാരും ഉണ്ട്. പിന്നെ ടോയ്ലറ്റ് 15 days ഈ ചൂടിലിരുന്നിട്ട് സമരം ചെയ്ത് നിസ്സാര കാര്യമില്ല. അത് കാരണം കൊണ്ടാണ് ഞാൻ ഇവിടെ ഇന്നും വന്നത്. ബിക്കോസ് ഡിസ്ക്രിമിനേഷൻ, വർക്ക് പ്ലേസ് ഡിസ്ക്രിമിനേഷൻ, ഹാരസ്മെന്റ് എവിടെ നടന്നാലും ഞാൻ അവിടെ ഉണ്ടാവും. ആൻഡ് ഇവരോട് സ്നേഹം എനിക്കത് മറക്കാൻ പറ്റില്ല. ബിക്കോസ് ഇന്റർനാഷണലില് കോവിഡ് സമയത്തിൽ ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു.
what Kerala does today, India does tomorrow. അത് ചെയ്ത് കാണിച്ചത് ഇവരാണ്. സോ എനിക്ക് ഒരേ ഒരു അപേക്ഷയുണ്ട്, ഗവൺമെന്റ് പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലും ചെയ്യണം. അതിന് ഞാൻ അവരുടെ കൂടെ ഉണ്ടാവും, സപ്പോർട്ട് ചെയ്യും. കാരണം ഇത് വളരെ സങ്കടം കേട്ടോ. ഇത്ര ലേഡീസ് സ്ട്രോങ് ആയിട്ട് വന്ന് ഇവിടെ കൂട്ടം കൂടി ഇവിടെ ചെയ്യുന്നത്. സോ ഈ വെയില് എല്ലാത്തിലും. സോ മൈ സ്പെഷ്യൽ റിക്വസ്റ്റ് ടു ദ ഗവൺമെന്റ്, പ്ലീസ് അവർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്ത് തരണം. താങ്ക് യു. Heads up to you people. ദൂരെ കിഴക്കുതിക്കും ആ മാണിക്യ ചെമ്പഴുക്ക ഞാനെന്നെടുത്തു വെച്ചേ എന്റെ വെറ്റില തമ്പളത്തിൽ. ദൂരെ കിഴക്കുതിക്കും ആ മാണിക്യ ചെമ്പഴുക്ക എന്റെ വെറ്റില തമ്പളത്തിൽ. മാണിക്യ ചെമ്പഴുക്ക നല്ല തളിർ വെറ്റില നുള്ളി വെള്ളം തെളിച്ചു വെച്ച് വെക്കമ്പുകാലം വന്നാൽ ഞാൻ വെട്ടി അരിഞ്ഞു വെച്ച്. ഇനി നീ എന്നെ അരികിൽ വരും, കിളിപാടും കുളിരാവിൽ ഞാൻ അരികിൽ വരാം. പറയൂ മൃദുലേ എന്തു പകരം തരും, നല്ല തത്ത കിളിച്ചുണ്ടൻ വെറ്റില ഞാൻ നുറു തേച്ചു തരാം. എന്റെ പള്ളിയറയുടെ വാതിൽ നിനക്ക് തുറന്നേ തരാം. ദൂരെ കിഴക്കുതിക്കും മാണിക്യ ചെമ്പഴുക്ക ഞാനെന്നെടുത്തു വെച്ചേ എന്റെ വെറ്റില കാന്തളത്തിൽ. ദൂരെ കിഴക്കുതിക്കും മാണിക്യ ചെമ്പഴുക്ക കണ്ണിൽ വിളക്കും വെച്ച് രാത്രി എന്നെയും കാത്തിരിക്കേ. തെക്കത്തോടിക്കരയിൽ കാലൊച്ച തിരിച്ചറിഞ്ഞു, അരികിൽ വന്നെന്നെ എഴുന്നേറ്റു നീ. തുടുനാടൻ പൂപ്പട്ടും വിരിച്ചു വെച്ച് മണിമാരൻ ഈ രാവിൽ എന്തു പകരം തരും. നിന്നെ കെട്ടിപ്പിടിച്ചു ഞാൻ ചെന്തിളർ ചുണ്ടത്തു മുത്തം തരും. ഒരു കൃഷ്ണ തുളസി പിന്നുള്ളി മുടിത്തുമ്പിൽ ചാർത്തി തരും. ദൂരെ കിഴക്കുതിക്കൂ മാണിക്യ ചെമ്പഴുക്ക ഞാനെന്നെടുത്തു വെച്ചേ എന്റെ വെറ്റില താമ്പളത്തിൽ. ദൂരെ കിഴക്കുതിക്കും മാണിക്യ ചെമ്പഴുക്ക.